ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് രമേശ് ഉപാധ്യായയുടെ ജട്ട്പട്ട് ഓർ നട്ട്കട്ട്. അപ്പോൾ രണ്ട് സഹോദരങ്ങളുടെ കഥയാണല്ലേ നമ്മൾ ഈ കഹാനിയിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു ജട്ട്പട്ടും നട്ട്കട്ടും? ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ വളരെ നന്നായി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. പിന്നെ അത് കൂടാതെ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസും വളരെ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ പഠിക്കാനുമുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ നിർബന്ധമായി പഠിക്കേണ്ട വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ഇപ്പം ഞാനിവിടെ പറയുന്ന ഓരോ പോയിൻറ്സും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും പഠിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മറ്റു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാനുള്ള ഒരു നമ്മുടെ ചാപ്റ്ററിൻ്റെ കഹാനിയിലെ പ്രധാന ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് മറ്റു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലെ പ്രധാനമായും പറയുന്ന കഥാപാത്രം എന്ന് വെച്ചാൽ ചാപ്റ്ററിൻ്റെ മർമ്മഭാഗം തന്നെ ആരാണ്? നമ്മുടെ ജട്ട്പട്ട് ഓർ നട്ട്കട്ട് ആണ് അല്ലേ. രണ്ട് കഥാപാത്രമേ ഉള്ളൂ, ജട്ട്പട്ട് ഓർ നട്ട്കട്ട്. അപ്പോൾ ഇവിടെ ഈ ബോക്സിൽ ഞാൻ ഒരാളുടെ പേര് വെച്ചിട്ടുണ്ട് അല്ലേ, പേര് വെച്ചിട്ടില്ല. പക്ഷേ നമുക്കിവിടെ ഒരു ക്യാരക്ടറിൻ്റെ പിക്ക് കാണാം അല്ലേ. ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് പറയണമെങ്കിൽ ആദ്യം ആർക്കാണ് നമ്മുടെ പാഠഭാഗത്തിൽ നീന്താൻ അറിയുക? ഈ ചിത്രം സൂക്ഷിച്ചു നോക്കണേ. ആരാണ് നീന്താൻ അറിയുന്നത്? നമ്മുടെ കഹാനിയിൽ ജട്ട്പട്ടാണല്ലേ, ഓഫ് കോഴ്സ്. അപ്പോൾ ഇതാരാണ്? നമ്മുടെ ജട്ട്പട്ടാണ്. അപ്പോൾ ഇനി ജട്ട്പട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയാമോ? തേസ് തേസ് ചൽത്താ ഹെ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നടക്കുന്നു. തൈർന ആത്താ ഹെ, നീന്താൻ അറിയാം. മാ സെ ശിക്കായത് കർത്താ ഹെ, അമ്മയോട് പരാതിപ്പെടുന്നു. ചോട്ടെ കാ ഹാത്ത് പക്കടുക്കർ ദൗഡ്താ ഹെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊക്കെ ആ കഥയിൽ പറയുന്ന കാര്യങ്ങളല്ലേ, സെൻറ്റൻസ് അല്ലേ, ഇതെന്താണ് ഇങ്ങനെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇതൊരാളുടെ ക്യാരക്ടറിൻ്റെ പ്രത്യേകതകളാണ്. ആർക്കാണ് നീന്താൻ അറിയുന്നത് എന്നൊക്കെ നമ്മുടെ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യനിൽ വരും. അപ്പോൾ നമുക്ക് ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത അറിഞ്ഞാൽ ഇനി അതല്ലെങ്കിൽ സഹി പ്രസ്താവന ചുൻകർലിക്കെ, അതല്ലാതെ മാച്ച് ദ ഫോളോയിങ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആരുടേതേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലേ, നീന്താൻ അറിയാമെന്നൊക്കെ. പക്ഷെ ആ പേരുകൾ തമ്മിൽ മാറിപ്പോകരുത്. ജട്ട്പട്ടാണ് നീന്തുന്നതും അല്ലേ, പിന്നെ അത് കൂടാതെ വേഗത്തിൽ നടക്കുന്നതും അമ്മയോട് പരാതി പറയുന്നത് ആരാണ്? ജട്ട്പട്ടാണ്. ഈ ഒരു ചാപ്റ്ററിൽ കുട്ടികൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആ ക്യാരക്ടർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുക എന്നുള്ള കാര്യം തന്നെയാണ്. ഇനി അടുത്തത് നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നത് ആരാണ്? നമ്മുടെ ജട്ട്പട്ട് നീന്തുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ നട്ട്കട്ട് എന്താ ചെയ്യുന്നത്? ആ തോണി വെള്ളത്തിൽ ഒഴുക്കി കളിക്കുകയാണ് അല്ലേ. ആരാണ്? നമ്മുടെ അപ്പോൾ ഇവിടെ നട്ട്കട്ടിന് അറിയാം എന്ന് നമ്മുടെ പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങളാണ്. കാഗസ് കി നാവ് ബനാന ആത്താ ഹെ എന്ന് പറഞ്ഞാൽ കാഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേപ്പറാണ്. പേപ്പർ കൊണ്ട് നാവ് ബനാന, നാവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? തോണി ഉണ്ടാക്കുന്നു. പേപ്പർ കൊണ്ട് തോണി ഉണ്ടാക്കാൻ ആർക്കറിയാം? നട്ട്കട്ടിനറിയാം. ബാഗ് സെ ആം തോഡ്താ ഹെ, ബാഗ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം. തോട്ടത്തിൽ നിന്ന് ആം തോഡ്താ ഹെ, മാങ്ങ പൊട്ടിക്കുന്നു. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് നമ്മൾ കഥയിൽ പഠിച്ചിട്ടുള്ളത്? മാങ്ങ പൊട്ടിക്കുന്നതും വടവൃക്ഷത്തിൽ അല്ലെ ബർഗദിൻ്റെ വേര് പിടിച്ച് ആടുന്നതും ഇതൊക്കെ ആരാണ്? നമ്മുടെ നട്ട്കട്ടാണ്. ബർഗദ് കി പേട് പക്കടുക്കർ, ബർഗദ് കി പേട് പക്കടുക്കർ ജൂലാ ജുൽത്താ ഹെ അല്ലേ, നമ്മുടെ ബർഗദിൻ്റെ വടവൃക്ഷത്തിൻ്റെ വേര് പിടിച്ചുകൊണ്ട് ഊഞ്ഞാലാടുന്നത് ആരാണ്? നമ്മുടെ നട്ട്കട്ടാണ്. ധീരെ ധീരെ ചൽത്താ ഹെ, പതുക്കെ പതുക്കെ നടക്കുന്നതും ആരാണ്? നമ്മുടെ നട്ട്കട്ടാണ്. എന്തുകൊണ്ടാണ് നട്ട്കട്ട് ഇങ്ങനെ പതുക്കെ നടക്കുന്നു എന്ന് പാഠഭാഗത്തിൽ പറയുന്നത്?
എന്തുകൊണ്ടാണ്? നമ്മുടെ നട്കട്ടിന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ചുറ്റിലൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കി, കുളത്തിലുള്ള മീനിനെ നോക്കി, ആ കുളത്തിന് മുകളിലൂടെ നീന്തുന്ന താറാവിനെ നോക്കണം, പിന്നെ വയലിൽ വല്ലതും പാകമായതുണ്ടോ എന്ന് നോക്കിയിട്ട് കഴിക്കാൻ കിട്ടുമോ എന്ന് അന്വേഷിക്കണം, തോട്ടത്തിൽ കയറി പലതും മോഷ്ടിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നട്കട്ട് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതുമൊക്കെ. അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് പലപ്പോഴും സ്കൂളിലെത്താൻ ലേറ്റ് ആവും. അങ്ങനെ ലേറ്റ് ആകുമ്പോൾ ടീച്ചറുടെ അടുത്തു നിന്ന് വഴക്ക് കേൾക്കും. അങ്ങനെ വഴക്ക് കേൾക്കുന്നത് കൂട്ടത്തിലെ മുതിർന്ന കുട്ടിക്കായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എപ്പോഴും നമ്മുടെ ജഡ്പട്ട് അമ്മയോട് പരാതി പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അമ്മയോട് പരാതിപ്പെടുന്നത് ജഡ്പട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ജഡ്പട്ട് പറയുന്ന പരാതി എന്താണ്? धीरे धीरे चलते हैं कौन? नटखट। नटखट हमेशा धीरे धीरे चलते हैं, स्कूल पहुंचने में देर हो जाते हैं. അതാണ് നമ്മുടെ ജഡ്പട്ട് അമ്മയോട് പറയുന്ന പരാതി. അപ്പോൾ അമ്മ ഒരു മറുപടി, അതിന് ഒരു ഉപദേശം നൽകും. ഇങ്ങനെ നമ്മുടെ ജഡ്പട്ട് പരാതി പറയുമ്പോൾ അമ്മ തിരിച്ച് ഒരു ഉപദേശമാണ് നൽകുന്നത്. എന്താണ് ആ ഉപദേശം നോക്കാം. മാ കി ഹിദായത് ക്യാ തി? അമ്മയുടെ ഉപദേശം എന്തായിരുന്നു? മാ കി ഹിദായത്തി എന്ന് വെച്ചാൽ അമ്മയുടെ നിർദ്ദേശം कि झटपट को नटखट का ध्यान रखना और उसे अपने साथ रखना है. അപ്പോൾ അമ്മ പറഞ്ഞത്, അമ്മ ഉപദേശിച്ചു കൊടുക്കുന്നത് എന്താണ്? ജഡ്പട്ട് നട്കട്ടിനെ അല്ലേ തൻ്റെ കൂടെ തന്നെ ധ്യാൻ രഖ്നാഹെ, നട്കട്ടിൻ്റെ മേലൊരു ശ്രദ്ധ വേണം, അവനെ നിൻ്റെ കൂടെ തന്നെ നിർത്തണം. പിന്നെ മുതിർന്ന കുട്ടികളുടെ ഉത്തരവാദിത്തമാണ് ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഉസേ അപ്പിനെ സാത്ത് രഖ്നാഹെ, അവനെ നിൻ്റെ കൂടെ തന്നെ നിർത്തേണ്ടതാണ് എന്നാണ് അമ്മ ഉപദേശിക്കുന്നത് അല്ലേ. അല്ലാതെ നീ വേഗം അങ്ങോട്ട് നടന്നു പോര് എന്ന് അമ്മ അപ്പം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നട്കട്ട് നദിയിൽ വീണപ്പോൾ നമ്മുടെ ജഡ്പട്ട് ശ്രദ്ധിക്കില്ലായിരുന്നു അല്ലേ. അമ്മ പറഞ്ഞല്ലേ എന്നോട് വേഗം നടന്നോളെ, അപ്പം ഞാൻ വേഗം നടക്കട്ടെ എന്ന് കരുതി. ഇത് അമ്മ ശ്രദ്ധിക്കാൻ പറഞ്ഞല്ലോ അല്ലേ. ഒരു വാക്ക് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് തൻ്റെ അനിയൻ എന്ന ബോധത്തിലാണ് നമ്മുടെ ജഡ്പട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ നട്കട്ടിനെ കാണാനില്ല. എന്താ സംഭവിച്ചത്? നമ്മുടെ നട്കട്ട് ഒരു തോണിയല്ല, കുറച്ച് കാഗസ് കി നാവ്, അതിനെ നദിയിൽ ഒഴുക്കാൻ വേണ്ടിയിട്ട് വന്നു. ആ നദിയിൽ അത് ഒഴുക്കുന്ന സമയത്താണ് നമ്മുടെ ജഡ്പട്ട് വിളിക്കുന്നത്. അങ്ങനെ ജഡ്പട്ടിൻ്റെ അടുത്തേക്ക് ഓടാൻ വേണ്ടിയിട്ട് തിരക്കിട്ട് എഴുന്നേൽക്കലും നമ്മുടെ നട്കട്ട് നദിയിൽ വീണു. ഉടനെ നമ്മുടെ ജഡ്പട്ട് വന്ന് സഹായിച്ചു അല്ലേ. അപ്പോൾ അതിലാണ്, ആ ഒരു ഇൻസിഡൻറ്റിലാണ് നമ്മുടെ നട്കട്ടിനാകെ ചേട്ടനെ പറ്റിയിട്ട് ഇതുവരെ വിചാരിച്ചിരുന്നത് ചേട്ടൻ എൻ്റെ എല്ലാ കളികളും തടസ്സപ്പെടുത്തുന്നു, അമ്മയോട് പരാതി പറയുന്നു. അല്പസമയമൊക്കെ നമ്മുടെ നട്കട്ടിന് ഭയങ്കര വിഷമം വന്നു, നീ വീട്ടിൽ പോയി പറയില്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ചേട്ടൻ്റെ കാര്യം എന്താണെന്ന് നമ്മുടെ നട്കട്ടും തിരിച്ചറിയുന്നു. അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്. എന്താണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്യുന്നത്? ഒരാൾ നട്കട്ട് പറയുന്നു തോണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കാം അല്ലേ. നമ്മുടെ ജഡ്പട്ട് ചോദിക്കുകയാണ്, നീ എന്നെ തോണി ഉണ്ടാക്കാൻ പഠിപ്പിക്കുമോ? അപ്പോൾ തിരിച്ച് നമ്മുടെ നട്കട്ട് ചോദിക്കുകയാണ്, നീ എന്നെ നീന്തൽ പഠിപ്പിച്ച് തരാമോ? അങ്ങനെ അവർ തമ്മിൽ ആ ഒരു കരാറിൽ ഈ കാര്യം അമ്മയോട് പറയില്ല. പക്ഷേ അവിടെ വലിയൊരു വെല്ലുവിളിയായി വന്നു. നദിയിൽ വീണ് ചാടി നീന്തി അല്ലേ കരയിൽ രക്ഷപ്പെട്ട് വന്നു. ഓക്കെ, പക്ഷേ യൂണിഫോമൊക്കെ ആകെ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അമ്മയോട് എന്ത് പറയും എന്ന ചോദ്യത്തിന് നമ്മുടെ നട്കട്ട് ഒരു ഐഡിയ കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ചിരുന്നത്? നമുക്ക് രണ്ടു പേർക്കും കൈ പിടിച്ചുകൊണ്ട് ഓടാം. അങ്ങനെ ഓടുമ്പോൾ നമ്മുടെ ഡ്രസ്സ് എന്ത് ചെയ്യും? ഉണങ്ങും എന്ന് പറഞ്ഞു. അവരതിനൊരു സൊല്യൂഷൻ കണ്ട് അവർ രണ്ടുപേരും ഓടുന്നു. പറഞ്ഞ പോലെ തന്നെ കുറേ സമയം കഴിഞ്ഞ് അങ്ങനെ ഓടി ക്ഷീണിച്ച് അവരൊരു കുളത്തിൻ്റെ അടുത്തെത്തി. അവിടെ നിൽക്കുന്നു. നോക്കുമ്പോൾ യൂണിഫോം ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ജഡ്പട്ടിൻ്റെ ശ്രദ്ധയൊക്കെ എങ്ങോട്ടായിരുന്നു? ആ കുളത്തിലേക്കായിരുന്നു അല്ലേ, ആ കുളത്തിലുള്ള മീനുകളിലേക്ക്. അപ്പോൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം. നട്കട്ടിൻ്റെ ആ ഒരു വ്യൂയിലൂടെ നോക്കിയപ്പോൾ ജഡ്പട്ടും ആ പ്രകൃതിയെയൊക്കെ ഇഷ്ടപ്പെടുവാനും അതിനെ ആസ്വദിക്കുവാനും തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജഡ്പട്ടിനും നടക്കുന്നു. അപ്പോൾ രണ്ടുപേരുടെയും സ്പീഡ് എന്തായി?
ഒരുപോലെയായി അല്ലേ. ഒരുമിച്ച് അവർ നടക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റുന്നു പ്രകൃതിയെ. അങ്ങനെ അവർ പരസ്പരം രണ്ടുപേരുടെയും കാഴ്ചപ്പാടിൽ എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ എളുപ്പമായി. ഇതുവരെ പരാതിയായിരുന്നു ചേട്ടനും അനിയനും അല്ലേ, ഒരുമിച്ചല്ല നടക്കുന്നത്, ഒരാൾ മുന്നിൽ ഒരാൾ പിന്നിൽ. പക്ഷേ അവർ ഒരുമിച്ച് കൈ പിടിച്ച് ഓടി, അവരൊരുമിച്ച് ഇതിനെയൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. നട്ട്കട്ടിൻ്റെ കാര്യങ്ങൾ ജട്ട്പട്ടിനും ജട്ട്പട്ടിൻ്റെ കാര്യങ്ങൾ നട്ട്കട്ടിനും പഠിക്കണമെന്നായി. അപ്പോൾ അവർക്ക് ഒരുമിച്ച് ആ യാത്ര ചെയ്യാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്നു. അപ്പോൾ കഹാനി വളരെ രസകരമാണ്, പക്ഷേ ഒരുപാട് നല്ല പുതിയ വാക്കുകളുണ്ട്. ആ വാക്കുകളൊക്കെ നിങ്ങൾ പഠിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസറും ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കൂ. നട്ട്കട്ട് की ചരിത്രഗത വിശേഷത. നമ്മുടെ നട്ട്കട്ട് എന്ന ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. നട്ട്കട്ടിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. श्री रमेश उपाध्याय ने लिखा हुआ झटपट और नटखट कहानी का मुख्य कथापात्र है नटखट। उसका छोटा भाई है, कहानी का छोटा भाई है नटखट। दोनों भाइयों एक ही स्कूल में पढ़ते हैं, दोनों साथ साथ ही आते जाते हैं. അപ്പോൾ ചെറിയ സഹോദരനാണ് ഈ കഥയിലെ നട്ട്കട്ട്. ദോനോ ഭായിയോ, രണ്ട് സഹോദരങ്ങളും ഏക് ഹി സ്കൂൾ മേ പഠിത്തേ ഹേ, രണ്ട് സഹോദരങ്ങളും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. സാത്ത് സാത്ത് ഹി ആത്തേ ജാത്തേ ഹേ, ഒരുമിച്ചാണ് വരുന്നതും പോകുന്നതും. ജട്ട്പട്ട് തേസ് തേസ് ചൽത്താ ഹേ, തേസ് തേസ് എന്ന് പറഞ്ഞാൽ എന്താ, വേഗത്തിൽ. നമ്മുടെ ജട്ട്പട്ട് വേഗത്തിലാണ് നടക്കുന്നത്. और नटखट धीरे धीरे, ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ എന്താ, പതുക്കെ. നമ്മുടെ നട്ട്കട്ട് ആണെങ്കിലോ പതുക്കെയാണ് നടക്കുന്നത്. നട്ട്കട്ട് കോ സബ്കെ പ്രതി ബഹുത് പ്യാർ ഹെ, നട്ട്കട്ടിന് എല്ലാവരോടും വലിയ ഇഷ്ടമാണ്. സിർഫ് അപ്നോ സെ നഹി, പ്രകൃതി, പോക്കർ, നദി, നാലെ, മച്ചിലിയോ സെ സബ് വഹ് പസന്ദ് കർത്തെ ഹെ. അപ്പോൾ നമ്മുടെ നട്ട്കട്ടിന് എന്തൊക്കെയാണ്, എല്ലാത്തിനോടും ഇഷ്ടമാണ് അല്ലേ. പിന്നെ അത് കൂടാതെയോ പിന്നെ അപ്നോസെ നെഹി, നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ സ്വന്തക്കാരെയോ അല്ലെങ്കിൽ തൻ്റെ സഹോദരനെയോ മാത്രമല്ല, മറിച്ച് പ്രകൃതി, പോഖർ എന്ന് പറഞ്ഞാൽ കുളമാണ്, അതിന് പകരം നമുക്ക് താലാബ് എന്നും പറയാൻ സാധിക്കും. നദി, നദി ഇഷ്ടമാണ്. നാലെ, തോട്. മച്ചിലിയോം, സബ്, മീനുകളെയും നദിയെയും കുളത്തെയും പ്രകൃതിയെയും ഒക്കെ നമ്മുടെ നട്ട്കട്ടിന് ഇഷ്ടമാണ്. इसलिए ही वह चलने में देर होते हैं, അതുകൊണ്ട് തന്നെ അവന് നടക്കുന്നതിലും എന്തുണ്ട്, സമയമെടുക്കും. झटपट उनके जान बचाते समय उसने समझा कि बड़े उसे कितना ध्यान रखते थे. അല്ലെ, ജട്ട്പട്ട് അനിയൻ്റെ ജാൻ ബച്ചാന എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കാം. അപ്പോൾ ഈ ജീവൻ രക്ഷിച്ചപ്പോഴാണ്, ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് നമ്മുടെ നട്ട്കട്ട് മനസ്സിലാക്കുന്നത് ചേട്ടൻ തന്നെ എന്തുമാത്രം കെയർ ചെയ്യുന്നുണ്ട് എന്ന കാര്യം. अपने भाई को नाव बनाना, गिट्टी पायरने को सिखाने का तय करते हैं. അങ്ങനെ അവർ തമ്മിൽ ചേട്ടനെ എന്ത് തീരുമാനിക്കുന്നുണ്ട് നട്ട്കട്ട്, ചേട്ടൻ ആവശ്യപ്പെട്ട പോലെ തോണി ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്നും അതുകൂടാതെ ഗിട്ടി പയർന അല്ലേ, എന്ത് കല്ല് ഇങ്ങനെ എറിയുക, അതിനൊരു പ്രത്യേക രീതിയിലുള്ള പ്രതലത്തിൽ ഇങ്ങനെ തട്ടി തെറിച്ച് പോകുന്ന, ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഗിട്ടി പയർന, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. കഹാനി കെ അന്ത് വഹ് സമജ്ദാർ ബായി രൂപമേ ദേഖ് സക്തേ ഹേ, അല്ലേ, കഹാനിയുടെ അവസാന ഭാഗത്തേക്ക് അവൻ നല്ല ഒരു മനസ്സിലാക്കുന്ന, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു സഹോദരനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ നല്ലൊരു കുട്ടിയാണ് ഇവിടെ നമ്മുടെ നട്ട്കട്ട്. കുറച്ച് കുറുമ്പുണ്ടെന്നേ ഉള്ളൂ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിച്ചിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്, ജട്ട്പട്ട് നട്ട്കട്ട് സെ പരേഷാൻ താ ക്യോं. നമ്മുടെ ജട്ട്പട്ടിനെ നട്ട്കട്ടിനെ കൊണ്ട് വല്ലാത്ത പ്രയാസമാണ് എന്ന് അമ്മയോട് പരാതിപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ നമ്മുടെ ജട്ട്പട്ട് അനുഭവിക്കുന്ന ആ പ്രയാസം, നട്ട്കട്ടിനാൽ എന്തൊക്കെ പ്രയാസമായിരുന്നു ജട്ട്പട്ടിന് ഉണ്ടായിരുന്നത്? നട്ട്കട്ട് ഹമേശ ഖേൽ ഓർ മസ്തി മേ രഹത്താ താ, അല്ലേ, വെറും കളിയും ചിരിയുമാണ് ആര്, നമ്മുടെ ഈ നട്ട്കട്ട് എന്ന് പറയുന്ന ക്യാരക്ടർ.
രാസ്തേ മേ പോക്കർ കെ പാനി മേ മച്ചിലിയാം ദേഖ്ത. എന്തൊക്കെയാണ് അവൻ്റെ ആ ഒരു എന്താ പറയുക വീക്ക്നെസ് എന്ന് പറയുന്നത്? കുളത്തിലെ മീനുകളെ നോക്കുന്നത് അല്ലേ. ബർഗദ് കി ജഡോ പർ ഝൂൽത്ത. പിന്നെ അത് കൂടാതെ വടവൃക്ഷം, ബർഗദ് എന്ന് പറഞ്ഞാൽ വടവൃക്ഷമാണ്. ആ വടവൃക്ഷത്തിൻ്റെ വേരുകൾ പിടിച്ചിട്ട് ഇങ്ങനെ ഝൂൽത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഝൂല ഝൂൽത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊഞ്ഞാലാടുക. ഓർ ഖേത്തോ മേ ഖാനേക്ക്. പിന്നെ അത് കൂടാതെ ഖേത്ത് വയലുകളിൽ ഖാനേ കി ചീസേ കോച്ച്താത്ത. ഖാനേ കി ചീസേ കഴിക്കാനുള്ള എന്തെങ്കിലും, ഖോജ്ന കോച്ച്ത എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. സ്കൂൾ കെ ലിയെ ധീമി ഗതി സെ ചലന. പിന്നെയോ സ്കൂളിലേക്ക് വളരെ പതുക്കെ പതുക്കെ നടന്നു പോകുക. ജട്ട്പട്ട് കോ പരേഷാൻ കർത്തി തി. ഇതൊക്കെ തന്നെ നമ്മുടെ ജട്ട്പട്ടിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിരുന്നു, വലിയ തലവേദനയായിരുന്നു. പക്ഷേ ഇപ്പം ജട്ട്പട്ടും ആ ഒരു ലൈനിലേക്ക് വന്ന സ്ഥിതിക്ക് ഇനി രണ്ടുപേരും കൂടി സ്കൂളിലേക്ക് നേരത്തെ ഇറങ്ങാനായിരിക്കും സാധ്യത. ഇതൊക്കെ ആസ്വദിച്ച് സ്കൂളിലെത്തണ്ടേ? അങ്ങനെ ആയിരിക്കും ഉണ്ടാകുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ കഥയിൽ ചോദ്യമില്ല. അപ്പോൾ കഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, വളരെ ഷോർട്ടാക്കി പറഞ്ഞിരുന്നു. പിന്നെ അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് സമയം കളയാതെ എത്രയും വേഗം പഠിക്കുക. നമ്മുടെ എക്സാം എത്താറായി. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിന് മുന്നേ പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ചാപ്റ്റേഴ്സുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.